ഇന്ന് ജൂലൈ 2 ചൊവ്വാഴ്ച രാത്രി 8 മണിയാണ് കേട്ടോ. ഞാൻ കടയിലെ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് ജോലികളൊക്കെ ഒതുക്കിയതിന് ശേഷം നാളെ എനിക്ക് ഉപയോഗിക്കാനുള്ള എന്റെ ഹെയർ ഓയിലിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഹെയർ ഓയിലിനെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്റെ തലമുടി 38 വയസ്സായപ്പോൾ ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ചെറിയ ചില ടിപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ തലമുടി രണ്ടാമത് ഈ പ്രായത്തിൽ വളർത്തിക്കൊണ്ട് വന്നത് എന്ന്. അപ്പോൾ ഇതിന് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഉള്ളിനീര് എങ്ങനെയാണ് കൃത്യമായിട്ട് പ്രയോഗിക്കേണ്ടത് എന്നായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളിനീരൊക്കെ ഒരു കോഴ്സായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ എന്റെ ഈ ഹെയർ ഓയില് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കുറച്ച് നാൾ ഉപയോഗിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇത് തലേ ദിവസം രാത്രിയിൽ നമ്മളിങ്ങനെ എണ്ണ തയ്യാറാക്കി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഈ എണ്ണ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. ഞാൻ ഒരു ചെറിയ കലത്തില് ഒരു പകുതിയോളം വെള്ളം എടുത്തിട്ട് ഇവിടെ തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ഒരു പാത്രമാണ്. ഇത് ഞാൻ കറിക്കൊക്കെ കടുക് വറുക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ്. എനിക്കിത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് അവിടെ ഫിറ്റ് ആയിട്ട് ഇരിക്കും. എനിക്കിങ്ങനെ കൈ കൊണ്ട് പിടിച്ചില്ലെങ്കിലൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഹെയർ ഓയിൽ വേണം. ഈ ഹെയർ ഓയിൽ നമ്മൾ തലമുടി വളരാൻ ആവശ്യമായിട്ടുള്ള നല്ല ഔഷധ കൂട്ടുകളൊക്കെ ചേർത്ത് കാച്ചിയ ഹെയർ ഓയിലാണല്ലോ. ഞാൻ എണ്ണ കാച്ചുന്ന വീഡിയോ കാണാത്തവര് ചാനലില് എണ്ണ കാച്ചുന്ന വീഡിയോ ഉണ്ടോന്ന് പോയി കണ്ടിട്ട് വരണം കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഹെയർ ഓയിലാണ്. ഇത് 200 ml ഹെയർ ഓയിലാണ്. ഞാൻ ആവശ്യക്കാർക്ക് ഇത് കൊടുക്കാറുണ്ട് കേട്ടോ. 200 ml ഹെയർ ഓയിലിന് 300 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. കൊറിയർ അയക്കേണ്ടവര് അഡ്രസ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് എണ്ണ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഞാനൊരു എൻ്റെ ഒരു ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു തരും. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പേഴ്സണൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എണ്ണ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹെയർ ഓയിലിനെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാട്ടോ. കഴിഞ്ഞ ദിവസം ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നരയ്ക്കാതിരിക്കാനായിട്ടും നരച്ച മുടി പോലും കറക്കുവാൻ വേണ്ടിയിട്ടുമായിട്ടൊരു ഹെയർ പാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണണം. ഞാൻ ഒരു പൊടി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊന്ന് പോയി കാണണം. അപ്പോൾ ഇന്ന് ഹെയർ ഓയിൽ ബൂസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഔഷധക്കൂട്ടുകളുടെ പൊടിയുണ്ട്. ഈ പൊടി ഹെയർ ഓയിലുമായിട്ട് എങ്ങനെ കൃത്യമായിട്ട് അത് മിക്സ് ചെയ്ത് നമ്മുടെ ഹെയർ ഓയിലിനെ ബൂസ്റ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പൊടിയിലുള്ള ഈ കൂട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. മൈലാഞ്ചി ഇല, കയ്യോന്നി ഇല, നീലയമരി ഇല, കരിയാപ്പില, കരിഞ്ചീരകം ഇത്രയും നന്നായിട്ട് ചേർത്ത് പൊടിച്ചതാണ്. അപ്പൊ ഈ ഇലകളെല്ലാം നിഴലിൽ ഉണങ്ങിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതൊരു ക്രിസ്പി ആവുന്ന വരെ ചൂടാക്കിയതിന് ശേഷം കരിഞ്ചീരകം ചേർത്ത് കരിഞ്ചീരകം പൊട്ടുന്ന പരുവത്തിനെടുത്ത് ഇത് ആറിയതിനു ശേഷം മിക്സിയിൽ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അന്ന് ഞാൻ ഹെയർ പാക്ക് എടുത്തതിന് ശേഷം ബാക്കി വന്ന പൊടിയാണിത്. അപ്പോൾ ഈ ഹെയർ ഓയിൽ ബൂസ്റ്റ് ചെയ്ത് ഞാൻ ഉപയോഗിച്ചത് എന്റെ ഹെയർ റീഗ്രോത്ത് ജേർണിയുടെ ആദ്യ കാലങ്ങളിൽ മാത്രമാണ്. ഇപ്പോൾ ഞാൻ സാധാരണ ഹെയർ ഓയിൽ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്രമാതീതമായിട്ട് തലമുടി കൊഴിയുന്നുണ്ട് എങ്കിൽ ഇതുപോലെ ഹെയർ ഓയിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. എനിക്കിത് ചെയ്തപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഹെയർ ഓയിൽ എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഈ പൊടി ഉണ്ടല്ലോ, പൊടി നമുക്ക് നാളെ ഉപയോഗിക്കാനുള്ള ഒരു പ്രാവശ്യത്തേക്കുള്ള എണ്ണ മാത്രമാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കേടായി പോകും. 1 or 2 ദിവസത്തേക്ക് എടുക്കാം. അപ്പൊ ഞാനിത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ കണക്കാക്കിയിട്ട് 1 സ്പൂൺ പൊടി എടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു കഷ്ണം തുണി എടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു ലൈനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന തുണിയാണ് എടുത്തിരിക്കുന്നത്. വൃത്തിയായിട്ടുള്ള ഒരു തുണിയായിരിക്കണം. ഇതിലോട്ട് 1 സ്പൂണോളം, ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇടുകയാണ്, 1 സ്പൂണോളം ഈ പൊടി ചേർത്ത് വെക്കുക. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. മൈലാഞ്ചി ഇല, കരിയാപ്പില, കയ്യോന്നി ഇല, നീലയമരിയുടെ ഇല, കരിഞ്ചീരകം ഇവയെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയ പൊടിയാണ്. ഇതിന്റെ വീഡിയോ, ഇത് പൊടി തയ്യാറാക്കുന്നതിന്റെ വീഡിയോ കാണാത്തവര് വീഡിയോ കാണണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിനെ ഒരു കിഴി രൂപത്തിലേക്ക് കെട്ടിയെടുക്കുക കേട്ടോ.
ഞാനിവിടെ എളുപ്പത്തിനൊരു റബ്ബർ ബാൻഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് തുണി ഉപയോഗിച്ചോ നൂല് ഉപയോഗിച്ചോ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. കുറച്ച് ലൂസായിട്ടാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തിളച്ചു. ഞാനൊരു അരപ്പാത്രം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമ്മുടെ ഈ ഹെയർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 ദിവസം ഉപയോഗിക്കാനുള്ള ഹെയർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പോഴേ അത് എണ്ണ ചൂടായി തുടങ്ങി കേട്ടോ. അപ്പോഴേക്ക് ഈ കിഴി ഉണ്ടല്ലോ, കിഴി ഇങ്ങനെ ഇറക്കി വെക്കുക, ഇതിലോട്ട് മുക്കി വെക്കുക. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കണ്ടോ, എണ്ണ ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്. പിന്നെ സത്തെല്ലാം ഇങ്ങനെ ഇറങ്ങി വരും. എണ്ണ തിളക്കണ്ട കേട്ടോ, നന്നായിട്ട് ചൂടായാൽ മതി. ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യുക. എണ്ണ ചൂടായി വരുമ്പോൾ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തേക്കുക. അപ്പോൾ ഇത് ഇന്ന് രാത്രി മുഴുവനും ഇങ്ങനെ വെക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് രാവിലെ ഇത് ഉപയോഗിക്കാം. ഹെയർ ഓയിൽ ബൂസ്റ്റ് ചെയ്യുന്ന വിധം മനസ്സിലായി എന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. രാവിലെ ഇത് നമ്മൾ കുളിക്കാൻ സമയത്ത് സാധാരണ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യുക. ഇതിന് പ്രത്യേകിച്ച് ചൂടാക്കി ഒന്നും തേക്കണമെന്നില്ല കേട്ടോ. ഇത് പാത്രപാകം ചെയ്യാന്ന് പറയും. അതായത് ചൂടായ പാത്രത്തിലോട്ട് ഈ ഓയിൽ ഒഴിക്കാന്ന് പറയും. അപ്പൊ രാവിലെ ഞാനൊന്ന് ചെറുതായിട്ട് ചൂടാക്കി തന്നെയാണ് തേക്കുന്നത്. ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ഈ ഹെയർ ഓയിലിന് ഇപ്പോൾ ഗുണങ്ങൾ ഒന്നോടെ ഇരട്ടിച്ചിട്ടുണ്ട്. അപ്പൊ രാവിലെ ഇത് പതിവ് പോലെ തേക്കുന്നത് പോലെ ഹെയർ ഓയിൽ തേച്ചതിന് ശേഷം കഴുകി കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനിത് തലമുടിയിൽ എണ്ണ തേച്ച് കഴുകി കളയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവേത് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കമന്റ് ലൈക്കും ഒക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് എണ്ണ തേച്ച് കഴുകി കളയുന്നതെന്നുകൂടി നോക്കാം. എണ്ണ തയ്യാറാക്കി വെച്ചതിന്റെ പിറ്റേ ദിവസമാണ് ഇന്ന്. അതായത് ജൂലൈ 3-ാം തീയതി ബുധനാഴ്ച കേട്ടോ. രാവിലെ ഞാൻ കടയിൽ പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ തലമുടിയുടെ ജടക്കെട്ടൊക്കെ നല്ല രീതിയിൽ മാറ്റിയതിന് ശേഷം ഞാൻ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എണ്ണ തേച്ച് കൊടുക്കുകയാണ്. നമ്മുടെ സ്കാൽപ്പിലൊക്കെ നമ്മൾ സാധാരണ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത് പോലെ ഇങ്ങനെ വിരൽത്തുമ്പ് ഉപയോഗിച്ച് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. എണ്ണയൊക്കെ പുരട്ടി കൊടുത്ത് നല്ലൊരു മസാജിങ് ഒക്കെ കൊടുത്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ എണ്ണ നല്ലപോലെ വാഷ് ചെയ്ത് കളയണം. സാധാരണ ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളിത് നല്ല രീതിക്ക് വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് സ്കാൽപ്പിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ അധികമായിട്ട് ഔഷധക്കൂട്ടുകളുടെ പൊടി കൂടി ചേർത്തതിനാൽ അത് സ്കാൽപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കാനും ഫംഗൽ ഇൻഫെക്ഷനോ എന്തെങ്കിലും സ്കിൻ ഡിസീസിനോ ഒക്കെ കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ എണ്ണ നല്ല രീതിയിൽ തന്നെ ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകണം. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഈ തലമുടി നല്ല രീതിയിൽ കഴുകി എടുക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. താളി ഉണ്ടാക്കി അതിലോട്ട് കുറച്ച് മൈൽഡായിട്ടുള്ള ഷാമ്പൂ കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ തലമുടി കഴുകാനാണ് പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേശവർദ്ധിനി ചെടിയുടെ ഇലകൾ എടുത്തിട്ടുണ്ട്, ചെമ്പരത്തി ഇല എടുത്തിട്ടുണ്ട്, പിന്നെ അതാണ്ട് കുറച്ച് കറ്റാർ വാഴ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ താളിയാക്കി തയ്ക്കാൻ പോവുകയാണ്. ഇതിനു മുമ്പ് ഞാൻ താളി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുള്ളതിനാൽ ഇതധികം ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾ കണ്ടു നോക്കുക. ഇങ്ങനെ താളി ഉണ്ടാക്കിയതിന് ശേഷം ഇത് 2 അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുത്ത് അതിനകത്ത് തരികളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് കുറച്ച് മൈൽഡായിട്ടുള്ള ഷാമ്പു തേച്ച് നന്നായിട്ട് ഈ താളിയെ ഡൈല്യൂട്ട് ചെയ്യേണ്ടത് കേട്ടോ. അവരവരുടെ തലമുടിയുടെ വോളിയത്തിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇത് ഡൈല്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് താളി കട്ടിയായിട്ട് തലയിൽ തേച്ചു പിടിപ്പിച്ച് ഒരു 10-20 മിനിറ്റിന് ശേഷം ഇത് ബാക്കിയുള്ള താളിയിലോട്ട് വെള്ളവും ഷാമ്പുവും കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. ഞാനിന്ന് അങ്ങനെ തേച്ച് പിടിപ്പിച്ചൊന്നും വെക്കുന്നില്ല, എനിക്ക് സമയമില്ല, കടയിൽ പോകണം. അതുകൊണ്ട് ഞാനിത് മൊത്തം കഴുകാൻ വേണ്ടിയുള്ള രീതിയിലോട്ട് ഷാമ്പു ചേർത്ത് മൊത്തത്തിൽ ഡൈല്യൂട്ട് ചെയ്തെടുക്കുകയാണ്. കിണർ വെള്ളത്തിലാണ് കേട്ടോ ഞാൻ തലമുടി സാധാരണ കഴുകാറ്, കുളിക്കാറ്. നമ്മൾ എല്ലാ ആവശ്യത്തിനും കിണർ വെള്ളമാണ് ഉപയോഗിക്കാറ്. വേനൽക്കാലത്ത് മാത്രം പൈപ്പ് വെള്ളം, പഞ്ചായത്ത് വെള്ളം വരുന്നത് എടുക്കുമെങ്കിലും
അത് നമ്മളിങ്ങനെ കുളിക്കാനുള്ള ആവശ്യങ്ങൾക്കൊന്നും എടുക്കാറില്ല. നനയ്ക്കാനോ അലക്കുവാനോ അങ്ങനെ പാത്രം കഴുകാനോ ഒക്കെയാണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ ഞാൻ ബക്കറ്റിൽ നിറച്ചു വെച്ചു. പിന്നെ അതുപോലെ ഒരു പരന്ന പാത്രം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്നും പുറത്ത് നിന്നിട്ട് തലമുടി കഴുകുവാണ്. നമ്മൾ ഈ ഷാമ്പു ചേർത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന താളി നല്ല രീതിയിൽ നമ്മൾ സ്കാൽപ്പിലൊക്കെ തേച്ചു കൊടുക്കുക കേട്ടോ. കൂടുതൽ സ്കാൽപ്പിൽ ഫോക്കസ് ചെയ്ത് വേണം തേക്കാനായിട്ട്. അത് ഇങ്ങനെ ഒരു വിരലുകൾ ഉപയോഗിച്ച് ഒരു മസാജിങ് കൊടുത്തുകൊണ്ട് അതിലെന്തെങ്കിലും അഴുക്കുകളോ മറ്റോ താളിയുടെ അവശിഷ്ടങ്ങളോ ഒന്നും അതിനകത്ത് പറ്റി പിടിച്ചിരിക്കാത്ത രീതിയിൽ ഇങ്ങനെ വിരൽ കൊണ്ട് എപ്പോഴും സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടൊക്കെ വേണം ഈ താളി തേച്ചു കൊടുക്കാനായിട്ട്. താളിയെല്ലാം തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഉടനെ തന്നെ ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകാട്ടോ. ഞാൻ ബക്കറ്റിൽ ഒരു ബക്കറ്റ് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുന്നുണ്ട്. നന്നായിട്ട് കഴുകുകയാണ്. ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ തലമുടി ഇതുപോലൊരു പാത്രത്തിൽ, പരന്ന പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നല്ല രീതിയിൽ ഒലച്ച് കഴുകുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ തലമുടി വൃത്തിയായിട്ട് ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷവും ഇതുപോലൊരു പരന്ന പാത്രത്തിൽ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് മുങ്ങി നമുക്ക് വിരൽ കൊണ്ട് ഇങ്ങനെ അതിലുള്ള അഴുക്കുകളൊക്കെ ഇങ്ങനെ ഇളക്കി കളയുവാൻ പാകത്തിന് മുക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ തലമുടിയൊക്കെ ഒന്ന് ഒലച്ച് സ്കാൽപ്പിലൊരു ചെറിയ മസാജൊക്കെ കൊടുത്തുകൊണ്ട് കഴുകുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഹെയർ ഓയിലില് ഔഷധക്കൂട്ടുകളുടെ പൊടി നന്നായിട്ട് ചേർത്തത് കൊണ്ട് സ്കാൽപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഹെയർ ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ടും ഇങ്ങനെ കഴുകുന്നത്. മറ്റു കാരണങ്ങളോ അസുഖങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ നിങ്ങളുടെ തലമുടി കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ടിപ്പുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. ഒരു കോഴ്സ്, ഒരു കുറഞ്ഞൊരു കാലയളവ് എടുത്തിട്ട് നിങ്ങൾക്ക് ഉള്ളിനീര് പ്രയോഗിക്കാം. അതിന്റെ വീഡിയോ ചാനലിലുണ്ട്. അതുപോലെ തന്നെ ഈ ഹെയർ ഓയിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. നല്ല റിസൾട്ട് കിട്ടും. എന്റെ തലമുടി 38 വയസ്സിൽ കൊഴിഞ്ഞു പോയപ്പോൾ ഞാൻ ഇതുപോലുള്ള ടിപ്പുകളൊക്കെ ചെയ്തിട്ടാണ് ആ തലമുടി തിരിച്ചു പിടിച്ചത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.